കരുനാഗപ്പള്ളി നഗരസഭയിലെ പ്രധാന ജലനിർഗമന മാർഗങ്ങളായ രണ്ടു തഴത്തോടുകൾ സംഗമിച്ച് കായലിലേക്ക് ഒഴുകിയെത്തുന്ന ഭാഗം നികത്തിയതിനെതിരെയാണ് നഗരസഭാ അധികൃതർ നടപടി സ്വീകരിച്ചത്. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയടച്ചിരുന്ന തഴത്തോട് നഗരസഭയുടെയും റവന്യൂ അധികൃതരുടെയും നേതൃത്വത്തിലാണ് പുനഃസ്ഥാപിച്ചത്. ഒന്നും രണ്ടും തഴത്തോടുകൾ ചേർന്ന് കേശവപുരം ഭാഗത്തുകൂടി വട്ടക്കായിൽ പതിക്കുന്ന ഈ സ്ഥലം 2-3 പതിറ്റാണ്ടോളം മുമ്പ് ഈ തഴത്തോടിന്റെ ശരിയായ ഒഴുക്ക് ഇതുവഴിയായിരുന്നു. അത് സ്വകാര്യ വ്യക്തികൾ ഏതാണ്ട് 600ഓളം മീറ്റർ സ്ഥലം കയ്യേറി നികത്തി വെച്ചിരിക്കുകയായിരുന്നു. വലിയ വെള്ളപ്പൊക്കത്തിൽ റവന്യൂ രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ സ്വാഭാവിക നീരൊഴുക്ക് ഇതുവഴിയായിരുന്നെന്നും അത് കയ്യേറിയതാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞു. റവന്യൂ വകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ഈ കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ 1-2 തഴത്തോടുകളുടെ സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1-2 തഴത്തോടുകൾ വട്ടക്കായലിൽ പതിക്കുന്ന തോടിന്റെ കേശവപുരത്തെ ഭാഗമാണ് പുനർനിർമ്മിച്ചത്. തോട് നികന്നതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. തോട്ടിലൂടെ ഒഴുകിയെത്തിയ വെള്ളം ശ്മശാനത്തിലൂടെയാണ് വട്ടക്കായലിലേക്ക് ഒഴുകിയത്. ഇതോടെ നഗരസഭയും റവന്യൂ അധികൃതരും തോടിന്റെ നികത്തിയ ഭാഗം പുനഃസ്ഥാപിച്ചിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്. നേരത്തെ തഴത്തോടുകൾ വഴി ഒഴുകിയെത്തുന്ന ജലം സുഗമമായി കായലിൽ പതിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളാണ് കയ്യേറ്റം മൂലം തടയപ്പെട്ടത്. ഒഴുക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ മഴക്കാലത്ത് നഗരസഭയുടെ തെക്കൻ മേഖലകളിൽ വിവിധ പ്രദേശങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരമാകും. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, കൌൺസിലർ സുഷ അലക്സ്, വില്ലേജ് ഓഫീസർ അജയ്കുമാർ, ക്ലീൻ സിറ്റി മാനേജർ അഫ്സൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റെജീന, നഗരസഭാ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.